അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് തംറ് പാഠമാണ്. തംറ് എന്ന് പറഞ്ഞാൽ ഡേറ്റ്സ് അല്ലെങ്കിൽ ഈത്തപ്പഴം, കാരക്ക എന്നൊക്കെ നമ്മൾ പറയും. അതിനാണ് അറബിയിൽ തംറ് എന്ന് പറയുക. ഈ പാഠത്തിലൂടെ നമ്മൾ പുതിയ ഒരക്ഷരത്തെ പരിചയപ്പെടുന്നു. ത എന്ന അക്ഷരമാണ്. അതിൻ്റെ ഉച്ചാരണ രൂപത്തെ നമ്മളൊന്ന് ആദ്യം പരിചയപ്പെടാം. മഖ്റജു ത, താൻ്റെ മഖ്റജ്, നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ മുരടം. നാവിൻ തലമേൽ മുൻപല്ലിൻ്റെ മുരടിൽ ചേർത്താൽ താ താ താ. നമ്മൾ പഠിച്ചല്ലോ പാട്ട് അല്ലേ? നാവിൻ തലമേൽ മുൻപല്ലിൻ്റെ മുരടിൽ വെച്ചാൽ താ താ താ. ഇങ്ങനെയാണ് താ ഉച്ചരിക്കേണ്ടത്. റെഡ് നീല മാർക്കിൽ കൊടുത്ത ഭാഗമാണ് നാവിൻ്റെ തലഭാഗം. ഇതാണ് മുൻപല്ല്. ഇതിൻ്റെ മുരട് ഭാഗത്താണ് തായെ നമ്മൾ വെക്കേണ്ടത്. ഈ രൂപത്തിൽ വെച്ച് നമ്മൾ ഉച്ചരിക്കണം. ഓക്കെ, ഒന്നുകൂടി നമ്മൾ പാട്ട് പാടി വെക്കാം. നാവിൻ തലമേൽ മുൻപല്ലിൻ്റെ മുരടിൽ വെച്ചാൽ താ താ താ. അത്തിമരത്തിൻ പൊത്തിലിരിക്കും തത്ത പറഞ്ഞു താ താ താ. ഈ പാട്ട് ഉസ്താദ് ക്ലാസ്സിൽ നിന്ന് പാടിത്തന്നു. അതുപോലെ നിങ്ങൾ പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ താ എന്നതിൻ്റെ മഖ്റജ് വളരെ സിമ്പിളായി ഉച്ചരിക്കേണ്ട സ്ഥലം നമുക്ക് മനസ്സിലാകും. നമുക്ക് പാഠത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. തംറ് ആദ്യം ഞാൻ വായിക്കുന്നു, നിങ്ങൾ കേൾക്കുക. തംറ് 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 തൗറുൻ 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 തുർബുൻ അബതി റത്ബുൻ ത തു തി തുൻ ബിത് ത ത തംറ് 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 തൗറുൻ 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 തുർബുൻ 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 അബതി 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 റത്ബുൻ 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 ത തു തി തുൻ ബിത്ത് ത ത. ചുവന്ന കളറിൽ കൊടുത്തതാണ് പ്രത്യേകം പഠിക്കാനുള്ളത്. ത ത തു തി ത് ത ത തു തി തുൻ ബിത്ത്. ഒന്നുകൂടി ഞാൻ വായിക്കുന്നു, നിങ്ങൾ എൻ്റെ കൂടെ വായിക്കാം. തംറ് 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 തൗറുൻ 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 തുർബുൻ 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 അബതി 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 റത്ബുൻ 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 ത തു തി തുൻ ബിത്ത് ത ത. തംറ് തൗറുൻ തുർബുൻ അബതി റത്ബുൻ ത തു തി തുൻ ബിത്ത് ത ത. ഇങ്ങനെയാണ് ത എഴുതുക. കണ്ടോ? നമുക്ക് പാട്ടിലൂടെ പഠിക്കാം. താഴേക്ക് ചെരിവുള്ള വര വരച്ചു താജിർ. താഴേക്ക് ചെരിവുള്ള വര വരച്ചു താജിർ. പിന്നെ ഇടത്തോട്ട് നീണ്ട വര വരച്ചു താജിർ. പിന്നെ ഇടത്തോട്ട് നീണ്ട വര വരച്ചു താജിർ. അന്ത്യഭാഗമുകളിലേക്കുയർത്തി വെച്ചു താജിർ. അന്ത്യഭാഗമുകളിലേക്കുയർത്തി വെച്ചു താജിർ.
മേലെ രണ്ട് പുള്ളിയും വരച്ചു വച്ചു താജിർ. മേലെ രണ്ട് പുള്ളിയും വരച്ചു വച്ചു താജിർ. അപ്പോൾ മുകളിൽ നിന്ന് താഴോട്ടേക്ക് അല്ലേ, ഈ ഭാഗത്തു നിന്ന് താഴോട്ടേക്ക് ചെരിഞ്ഞ ഒരു വര, പിന്നെ വലത്തോട്ടേക്ക് നീണ്ട വര, മുകളിലേക്ക് വളഞ്ഞ ഒരു വര. ഇങ്ങനെ 3 പാർട്ടിലൂടെയാണ് താ വര. എന്നിട്ട് ആദ്യം വലതുഭാഗത്ത് പുള്ളി കൊടുക്കുന്നു, പിന്നെ തൊട്ടപ്പുറത്ത് ഇടതുഭാഗത്ത് പുള്ളി കൊടുക്കുന്നു. എങ്ങനെയാണ് താ എഴുതേണ്ടത് അത് പ്രത്യേകം മനസ്സിലാക്കുക. ഈ ആരോ മാർക്ക് പോകുന്നത് നോക്കിയാൽ മതി. ഇതുപോലെയാണ് താ എഴുതേണ്ടത്. എഴുതുന്നു, പിന്നെയാണ് പുള്ളി കൊടുക്കേണ്ടത്. ഏത് വാക്ക് എഴുതുമ്പോഴും ആദ്യം, ഇനിയൊരു വാക്ക് ഫുൾ എഴുതുകയാണെങ്കിൽ പോലും വാക്ക് ഫുൾ എഴുതുക, പിന്നെയാണ് പുള്ളിയും ചിഹ്നങ്ങളും കൊടുക്കേണ്ടത്. ചിഹ്നം മാനാഹു ഫത്തഹ ലൊമ്മ കസറകളൊക്കെ കൊടുക്കേണ്ടത് പദം എഴുതിയതിന് ശേഷമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് താ എന്ന അക്ഷരത്തിനിക്ക് അല്ലെങ്കിൽ താ എന്ന അക്ഷരത്തിനിക്ക് ഫത്തഹ ലൊമ്മ കസറ ലൊമ്മ തെൻവീൻ സുക്കൂൻ കൊടുത്ത രൂപങ്ങളാണ്. അപ്പോൾ ഈ ചിഹ്നങ്ങൾ കൊടുത്തു എഴുതുന്ന രൂപങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. താ തുടക്കത്തിൽ, താ അവസാനം, താ തുടക്കത്തിൽ വരുന്ന രൂപങ്ങൾ ഇതിൽ കാണാം. അത് പ്രത്യേകം മനസ്സിലാക്കണം. ഈ പാഠം പലയാവർത്തി വായിക്കാനും ശ്രദ്ധിക്കുക. ഇനി ഈ പാഠത്തിലെ തെദിരിബാത്ത് നോക്കാം. നമുക്ക് വായിക്കാം. 3 പച്ചമരങ്ങളിൽ 3 വാക്കുകളുണ്ട്. അബത്തി, തബ്ബ, തുബ്തു. അബത്തി, 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 അബത്തി. തബ്ബ, 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 തബ്ബ. തുബ്തു, 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 തുബ്തു. അബത്തി, തബ്ബ, തുബ്തു. അബത്തി, തബ്ബ, തുബ്തു. നളഉ ഖത്തൻ തഹ്ത ത. ത എന്ന അക്ഷരങ്ങൾക്ക്, താ എന്ന അക്ഷരങ്ങൾക്ക് അടിയിൽ വര വരയ്ക്കാനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെയുള്ള വാക്കുകൾ പലയാവർത്തി വായിക്കാൻ ശ്രദ്ധിക്കുക. യസ്തറൂന, ഖത്മുൻ, തുറാബുൻ, തറക്തി. ഈ 4 വാക്കാണ്. യസ്തറൂന, ഖത്മുൻ, തുറാബുൻ, തറക്തി. ഒന്ന് വായിച്ചു നോക്കിയാണ്. യസ്തറൂന, ഖത്മുൻ, തുറാബുൻ, തറക്തി. ഇവകളിൽ താഇനിക്ക് വര വരക്കുന്നു. ഇതാ ഇവിടെ യസ്തറൂനയിൽ ഇതാ ഇവിടെ ഒരു വര. ഖത്മുൻ ഇവിടെ ത വരക്കുന്നു. തുറാബുൻ ഇവിടെ വരക്കുന്നു. തറക്തി ഇവിടെ. ആ രൂപത്തിൽ ഇത് വരച്ച് ഫില്ല് ചെയ്യണം. നർസുമു നമുക്ക് പൂരിപ്പിക്കാം. തുബ്തു, അബത്, ബാതത്. ഇങ്ങനെ 3 വാക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നിന്ന് ഇങ്ങനെ ആദ്യം വാക്ക് എഴുതുക. പിന്നെ താൻ്റെ പുള്ളി ആദ്യം വലത്, പിന്നെ ഇടത്, പിന്നെ ലൊമ്മ, പിന്നെ ബാൻ്റെ പുള്ളി, പിന്നെ സുക്കൂൻ, പിന്നെ താൻ്റെ പുള്ളി വലത്, ഇടത്, പിന്നെ ലൊമ്മ. അബത്ത് അലിഫ്, പിന്നെ ബത്ത് അബത്ത്. ഇതെഴുതുക. ഹംസ ഫത്തഹ, ബാൻ്റെ പുള്ളി ഫത്തഹ, താൻ്റെ പുള്ളി വലത്, ഇടത്, സുക്കൂൻ. ബാത്തത്ത്, ബാ ത. ആദ്യം ബോഡി എഴുതുന്നു, പിന്നെ പുള്ളി ചിഹ്നങ്ങളൊക്കെ കൊടുക്കുന്നു. ഈ രൂപത്തിലാണ് എഴുതേണ്ടത്. ഒരിക്കലും പുള്ളിയുടെ പുറത്തേക്ക് കടക്കാൻ പാടില്ല. നസിലുൽ ഹുറൂഫ്, അക്ഷരങ്ങളെ നമുക്ക് ചേർത്തി എഴുതാം. ഇവിടെ തു, ബ്, തു 3 അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് വെവ്വേറെയാക്കിയാണ് എഴുതിയത്. ഇവകളെ നമുക്ക് ചേർത്തി എഴുതണം. ഇനി നുഫർരിഖുൽ ഹുറൂഫ്, ഹർഫുകളെ പിരിച്ചെഴുതാം. തബ്ബത്ത് എന്ന വേർഡ് ഇവിടെ ചേർത്തിയാണ് എഴുതിയത്. ഇത് നമുക്ക് പിരിച്ചെഴുതണം. നോക്കാം എങ്ങനെയാണ് പിരിച്ചെഴുതിയതിനെ ചേർത്തി എഴുതേണ്ടത്, ചേർത്തി എഴുതിയതിനെ പിരിച്ചെഴുതേണ്ടത്. നോക്കാം. നോക്കൂ, ഇതുപോലെ ഇവിടെ ഉസ്താദ് എഴുതിയത് കണ്ടോ. തുബ്തു. ആദ്യം ഈ താ എഴുതി, താൻ്റെ അവസാന ഭാഗത്ത് നിന്ന് അല്പം കട്ടായി, അതിലേക്ക് ഈ ബാ ചേർന്നു. ബാൻ്റെ അവസാനം കട്ടായി, അതിലേക്ക് ഈ തൂ ചേർന്നു. അപ്പോൾ ആദ്യം തു, ബ്, തു എന്നുള്ള ബോഡി എഴുതണം. പിന്നെ വലത്ത് ഇടതായിട്ട് താൻ്റെ പുള്ളി കൊടുക്കുന്നു, പിന്നെ താൻ്റെ ലൊമ്മ കൊടുക്കുന്നു, പിന്നെ ബാൻ്റെ പുള്ളി, ബാൻ്റെ മുകളിൽ സുക്കൂൻ, പിന്നെ താൻ്റെ മുകളിൽ വലത് ഇടതായിട്ട് 2 പുള്ളി, മുകളിൽ ലൊമ്മ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആദ്യം ബോഡിയാണ് എഴുതേണ്ടത്, പിന്നെയാണ് ചിഹ്നങ്ങൾ കൊടുക്കേണ്ടത്. തബ്ബത്ത് ഇവിടെ
ചേർത്തി എഴുതിയതിനെ നമ്മൾ പിരിച്ചെഴുതുന്നു. ത എന്നതിനെ ഒറ്റക്ക്, ഭ എന്നതൊറ്റക്ക്, ത് എന്നതൊറ്റക്ക്, ഇങ്ങനെ വെവ്വേറെ ഓരോ അക്ഷരങ്ങളൊക്കെ എഴുതി. ഇത് പ്രത്യേകം മനസ്സിലാക്കണം. ഒന്നുകൂടി പറയുന്നു, ഇവിടെ പിരിച്ചെഴുതിയത് വെവ്വേറെയാക്കി എഴുതിയത് ഇവിടെ കൂട്ടി എഴുതുന്നു, ഇവിടെ കൂട്ടി എഴുതിനെ വെവ്വേറെയാക്കി എഴുതുന്നു. ഇത് രണ്ടുമാണ് ഇവിടെ പ്രത്യേകം പഠിക്കാനുള്ളത്. വളരെ കൃത്യമായി ഭംഗിയായി വരക്ക് മുകളിൽ വരേണ്ടവ വരക്ക് മുകളിൽ, താഴെ വരേണ്ട പുള്ളി അടിയിലും ആ രൂപത്തിൽ തന്നെ വൃത്തിയായി എഴുതണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്തുബു നമുക്ക് എഴുതാം. ബാതത് തുബ്തു അബത്തി, ബാതത് തുബ്തു അബത്തി. ഈ 3 വാക്ക് അടിയിൽ നിന്ന് മുകളിലോട്ട് ഭംഗിയായി സാവധാനം എഴുതുക. ഉസ്താദ് സ്ക്രീനിൽ കാണിക്കാൻ പോവുകയാണ്, അതുപോലെ നിങ്ങൾ എഴുതണം. ഓക്കെ, ഇതുപോലെ ബാതത് തുബ്തു അബത്തി. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം ബ ത ത് ഈ ബോഡി എഴുതുന്നു, പിന്നെ ബാൻ്റെ പുള്ളി ഫത്ഹ, പിന്നെ താൻ്റെ 2 പുള്ളി വലത് ഇടത് ഫത്ഹ, ഇവിടെ താൻ്റെ 2 പുള്ളി വലത് ഇടത് സുക്കൂൻ. ഈ രൂപത്തിലാണ് എഴുതേണ്ടത്. തുബ്തു ഇവിടെയും അതുപോലെ ആദ്യം ബോഡി എഴുതുന്നു, പിന്നെയാണ് ചിഹ്നങ്ങളും പുള്ളികളും കൊടുക്കേണ്ടത്. ഇനി നക്തശുഫു താ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് താനെ നമുക്ക് കണ്ടെത്താം. കദാലിക അതത്ക ആയാതുനാ ഫനസീതഹാ, കദാലിക അതത്ക ആയാതുനാ ഫനസീതഹാ. ഇതിൽ താ എവിടെയൊക്കെ ഉണ്ട്? അതത്ക ഇവിടെ ത കണ്ടോ, ഇവിടെ ജസ്റ്റ് ഒരു വട്ടം വരച്ചു കൊടുക്കുക. ആയാതുന ഇവിടെ ഒരു ത, ഇവിടെയും ഒരു വട്ടം വരച്ചു കൊടുക്കുക. ഫനസീതഹ ഇവിടെയും ഒരു ത, ഇവിടെയും ജസ്റ്റ് ഒരു വട്ടം വരച്ചു കൊടുക്കുക. അപ്പം 1 2 3 4 4 ത ഈ ആയത്തിൽ ഉണ്ട്. ആ രൂപത്തിൽ അത് വരയ്ക്കുക, മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട പൊന്നുമക്കൾ, ഈ പാഠം പല ആവർത്തി വായിക്കണം, ഇതിലെ വർക്കുകൾ മനസ്സിലാക്കണം. മനസ്സിലാകാത്ത ഭാഗം റിപ്പീറ്റ് അടിച്ച് അത് കേൾക്കുക, മനസ്സിലാക്കുക, വായിക്കുക, പഠിക്കുക. മുൻകഴിഞ്ഞ പാഠഭാഗങ്ങൾ ഇതുപോലെ പല ആവർത്തി വായിക്കണം, മനസ്സിലാക്കണം. ഡൗട്ടുകൾ ക്ലിയർ ചെയ്യണം, ഒന്നും ബാക്കി വെക്കാൻ പാടില്ല. പലവട്ടം വായിക്കുമ്പോഴാണ് നമുക്ക് അക്ഷരം പഠിയുക, വാക്കുകൾ പഠിയുക, അറബി പഠിയുക എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. അള്ളാഹു എല്ലാറ്റിലും ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. എല്ലാ ആളുകളും നമ്മുടെ പാഠഭാഗങ്ങളുടെ വീഡിയോകൾ നമ്മുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും അറബി പഠിക്കട്ടെ, അവരും 1-ാം ക്ലാസ്സിൽ ഏറ്റവും ടോപ്പായ മക്കളായി മാറട്ടെ. നല്ല ഊർജ്ജസ്വലതയുള്ള കുഞ്ഞുങ്ങളായി എല്ലാവരും വളരട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.